സന്തോഷിച്ച് കനത്തിൻ്റെ പല കഥകളിലുമുള്ളത്, ബിരിയാണി പ്രത്യേകിച്ച്. അതിലെങ്ങനെയാണ് ഒരു അന്യഭാഷ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും സജീവമായ ഒരു വിഭാഗമാണ്, നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും ചെയ്യുന്നവരാണ്. ഏതാണ്ട് ലക്ഷങ്ങളോളം 10-20 ലക്ഷം പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. ബീഹാറിൽ നിന്നും, ബംഗാളിൽ നിന്നും, ജാർഖണ്ഡിൽ നിന്നും, ആസാമിൽ നിന്നും ഒക്കെ തൊഴിൽ തേടി വന്നെത്തുന്ന അവരുടെ ജീവിതമാണ് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഒരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉപജീവനമാണ്. മറ്റ് പല പ്രദേശങ്ങളിലും കിട്ടാത്ത ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മിനിമം വേജസ് കൃത്യമായി നടപ്പാക്കിയിട്ടുള്ള ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷെ നാം എങ്ങനെയാണ് അവരെ സമീപിക്കുന്നത്? നാം എങ്ങനെയാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോട് നാം പുലർത്തുന്ന സമീപനത്തിലെ ഈ ഇരട്ടത്താപ്പ്, അവരോട് കാണിക്കുന്ന അവഗണന, അല്ലെങ്കിൽ അവരെ ഒരു മൃഗങ്ങൾക്ക് തുല്യമായി മാത്രം കാണുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാതെ നമ്മളെങ്ങനെ അവരോട് പെരുമാറുന്നു എന്ന് തുടങ്ങി, അതെങ്ങനെയാണ് മലയാളിയിൽ തന്നെയുള്ള ഒരു വംശീയമായിട്ടുള്ള ഒരു സ്വഭാവം അതിലൂടെ പ്രകടമാകുന്നുണ്ടോ എന്നൊക്കെയുള്ള നമ്മുടെ നേരെ തന്നെ പിടിച്ചു വെച്ച ഒരു കണ്ണാടിയാണ് വാസ്തവത്തിൽ ഈ ബിരിയാണി എന്ന് പറയുന്ന കഥ.